നമസ്കാരം. നേർഡിറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ഭാഗമായി പുറത്തിറക്കിയ പൊതു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ രണ്ടാമതായി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. തെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ കണ്ടുവരാറുള്ള ഈ പ്രവണതയെ ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി എതിർക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ഹനിക്കുന്ന വാക്കുകളോ പ്രവൃത്തിയോ ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. IPC 499 വകുപ്പിന്റെ ഭാഗമാണിത്. ആമുഖമായി ഇത്രയും പറഞ്ഞത് കേരളത്തിലെ ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ നടക്കുന്ന അത്യധികം ഹീനമായ വ്യക്തി അധിക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വടകരയിൽ CPM സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ ലീഗ് കോൺഗ്രസ് സൈബർ വെട്ടുകിളിക്കൂട്ടം നവമാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ അധിക്ഷേപ ശരങ്ങളുമായി പ്രചരണം നടത്തുകയാണ്. സ്ത്രീകൾ പൊതുരംഗത്ത് ശക്തരാകുന്ന സമയം അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് തളർത്തുക എന്ന നയം കാലങ്ങളായി നടപ്പാക്കി വരുന്ന ഒന്നാണ്. രാഷ്ട്രീയ എതിരാളിയെ രാഷ്ട്രീയമായി നേരിടുക എന്നതല്ല ഈ സൈബർ കൂട്ടത്തിന്റെ ലക്ഷ്യം. കൃത്യമായ സ്ത്രീവിരുദ്ധത കൈമുതലാക്കിയാണ് ഇവരുടെ പ്രവർത്തനം. അതുതന്നെയാണ് ശൈലജ ടീച്ചറുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഭരണമികവും നേതൃപാടവവും കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഭരണകർത്താവായ ഒരു വനിതാ എതിരാളി വന്നപ്പോൾ ഉള്ളിൽ പുളയ്ക്കുന്ന ആണഹന്തയാണ് അധിക്ഷേപ വാക്കുകളായി പുറത്തു വരുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിക്കാത്തവർ സ്ത്രീവിരുദ്ധത അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ്. കോവിഡ് കാലത്തെ ഭീതിതമായ അവസ്ഥയിൽ കേരളത്തിന്റെ പ്രതിരോധത്തെ മുന്നിൽ നിന്ന് നയിച്ച ആരോഗ്യമന്ത്രിയുടെ പേര് KK ശൈലജ എന്നാണ്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഈ നാടിന്റെ പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് എത്തിയപ്പോൾ അത് സഹിക്കാതിരുന്നത് ആണഹന്ത മനസ്സിൽ പേറിയ ഒരു കൂട്ടത്തിനാണ്. PPE കിറ്റുകൾ 3 ഇരട്ടി വില നൽകി വാങ്ങി എന്നതാണ് KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതിസന്ധി ഘട്ടത്തിലെ പ്രവർത്തനത്തെ മുഴുവൻ റദ്ദ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്ഷേപം. ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ കടകളിൽ നിന്ന് 10 ഇരട്ടിയിലധികം വില നൽകി വാങ്ങിയിട്ടുണ്ട്. ലോകം മുഴുവൻ PPE കിറ്റ് ലഭ്യമല്ലാതിരുന്ന കാലത്ത് ആ സമയം ഈ കിറ്റുകൾ ലഭ്യമാക്കുക എന്നത് ഏതൊരു ഭരണാധികാരിയുടെയും പ്രാഥമിക ധർമ്മമായിരുന്നു. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നെറികെട്ട സൈബർ ആക്രമണം രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ അങ്ങേയറ്റമാണ്. CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കേണ്ട കോൺഗ്രസ് പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തിരക്കിലാണ്. സ്വന്തം കൂടാരത്തിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നതിനേക്കാൾ സൈബറിടത്തിലെ ഇത്തരം ഗിമ്മിക്കുകളാകും കുറച്ചുകൂടി ആയാസരഹിതമാവുക. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം കഴിഞ്ഞ ദിവസം നടന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഉണ്ടാകാതിരുന്നത്? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിലെ ചോദ്യത്തിന് പരിഹാസ രൂപേണ നൽകിയ മറുപടിയും ഈ രാജ്യം കണ്ടു. രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നിലപാടില്ലാത്ത വ്യക്തതയില്ലാത്ത കോൺഗ്രസിന്റെ സൈബിടങ്ങൾ ഇനിയും നിലപാട് പറയുന്ന നേതൃപാടവമുള്ള സ്ത്രീകളെ അധിക്ഷേപിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ പാപരത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം.